ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. എന്താണ് ലൂപ്പ് അല്ലെങ്കിൽ എന്താണ് ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ്? ഇപ്പൊ ലൂപ്സ് അല്ലെങ്കിൽ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സെയിം കാര്യം റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഒരു സെയിം കാര്യം റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് ലൂപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളെ ഇമ്പോസിഷൻ എഴുതുന്നത് 10 തവണ ഇമ്പോസിഷൻ എഴുതുന്നത്, 100 തവണ ഇമ്പോസിഷൻ എഴുതുന്നത്. അപ്പൊ അതേപോലെയാണ് സെയിം കാര്യം ഇങ്ങനെ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ലൂപ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഐട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെ വർക്കാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കണ്ടീഷൻ കൊടുക്കും. ആ കണ്ടീഷൻ തെറ്റാവുന്നത് വരെ ലൂപ്പ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളൊരു കണ്ടീഷൻ കൊടുക്കും, ആ കണ്ടീഷൻ തെറ്റാവുന്നത് വരെ ഈ ലൂപ്പ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ലൂപ്പ്. ലൂപ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് എ ബ്ലോക്ക് ഓഫ് കോഡ് എഗെയിൻ ആൻഡ് എഗെയിൻ വൈൽ ദ കണ്ടീഷൻ ഇസ് ട്രൂ. കണ്ടീഷൻ ശരിയാണെങ്കിൽ ലൂപ്പിന്റെ അകത്തിരിക്കുന്ന കോഡ് അല്ലെങ്കിൽ അതിന്റെ അകത്തിരിക്കുന്ന ബ്ലോക്ക് ഓഫ് കോഡ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. എന്തിന്റെ അടിസ്ഥാനത്തിൽ? കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, കണ്ടീഷൻ ശരിയാണെങ്കിൽ ഇങ്ങനെ എക്സിക്യൂഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. നമ്മൾ ഇമ്പോസിഷൻ എഴുതുന്ന പോലെ നമ്മൾ ഒരു തവണ മാത്രം എഴുതി വെച്ചാൽ മതി. അത് പിന്നെ എത്ര തവണത്തേക്ക് വേണമെങ്കിലും പ്രിന്റ് ചെയ്ത് കാണിക്കും. അതാണ് ലൂപ്പിന്റെ ഒരു ഹൈലൈറ്റ് സംഭവം. അപ്പൊ ജാവാസ്ക്രിപ്റ്റിൽ ഏതൊക്കെ മെയിൻ ടൈപ്പ് ലൂപ്സ് ഉണ്ടെന്ന് പറയുന്നത് ഫോർ ലൂപ്പ് ഉണ്ട്, വൈ ലൂപ്പ് ഉണ്ട്, ഡു വൈൽ ഉണ്ട്, പിന്നെ ഫോറിൻ ലൂപ്പ് ഉണ്ട്, പിന്നെ കുറച്ച് ജമ്പിങ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്, കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്, ലേബിൾഡ് സ്റ്റേറ്റ്മെന്റ്. ഇത് ജമ്പിങ് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജമ്പിങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു ലൂപ്പ് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എവിടം വെച്ച് സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ലൂപ്പ് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എവിടം വെച്ച് സ്കിപ്പ് ചെയ്ത് കളയണം, അതിനൊക്കെയാണ് ജമ്പിങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ലൂപ്പ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സെയിം കാര്യം ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് ആരൊക്കെയാണ് ഉള്ളത്? ഒന്ന് ഫോർ ലൂപ്പ് ഉണ്ട്, വൈൽ ലൂപ്പ് ഉണ്ട്, ഡു വൈൽ ഉണ്ട്, ഫോറിൻ ലൂപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു കാര്യം. അപ്പൊ അതിന്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. പിന്നെ ഇവിടെ കൺസോൾ ഡോട്ട് ലോഗ് എനിക്ക് ഹലോ വേൾഡ് 3 തവണ പ്രിന്റ് ചെയ്ത് കാണിക്കണം. പിന്നെ ഇവിടെ ഹലോ വേൾഡ് ഇത് ഒരു തവണയായി. അത് കണക്ക് കൺസോൾ ഡോട്ട് ലോഗ് വീണ്ടും അടുത്ത തവണ എഴുതുക ഹലോ വേൾഡ്. ഓക്കെ, കൺസോൾ ഡോട്ട് ലോഗ് എന്നിട്ട് വീണ്ടും ഹലോ വേൾഡ്. ഓക്കെ, അപ്പൊ എന്റെ ടാസ്ക് എന്ന് പറയുന്നത് വെച്ചാൽ 3 തവണ ഹലോ വേൾഡ് പ്രിന്റ് ചെയ്ത് കാണിക്കും. അതാണ് എന്റെ ടാസ്ക്. കാരണം എനിക്ക് 3 തവണ പ്രിന്റ് ചെയ്ത് കാണിച്ചു. പക്ഷെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ മാത്രം എന്താണ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ആ ഒരു ലോജിക്ക് എഴുതിയാൽ മതി, അല്ലെങ്കിൽ ആ ഒരു കോഡ് എഴുതിയാൽ മതി. പിന്നെ ലൂപ്പ് ഹാൻഡിൽ ചെയ്തോളും എത്ര തവണ അത് എക്സിക്യൂട്ട് ചെയ്യണം, എത്ര തവണ റിപ്പീറ്റ് ആയിട്ട് വരണം. അപ്പൊ ഇവിടെ നോക്കാൻ നേരത്ത് എനിക്ക് ഒരു കാര്യം തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വരാനുള്ള. അപ്പൊ ഇവിടെയൊക്കെയാണ് ലൂപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് ഫോർ ലൂപ്പ് ആണ്. ഇതാണ് ഫോർ ലൂപ്പിന്റെ സിന്റാക്സ്. ഓക്കെ, അതിന് മുമ്പ് ഫോർ ലൂപ്പും വൈൽ ലൂപ്പും ഒരു എൻട്രി കൺട്രോൾ ലൂപ്പാണ്. ഫോർ ലൂപ്പും വൈൽ ലൂപ്പും ഒരു എൻട്രി കൺട്രോൾ ലൂപ്പാണ്. ഡു വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. അപ്പൊ എന്താണ് എൻട്രി കൺട്രോൾ ലൂപ്പ്, എന്താണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന്? അപ്പൊ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചിന്തിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രി കൺട്രോൾ ലൂപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടീഷൻ ശരിയാണെങ്കിൽ മാത്രമേ ലൂപ്പിലുള്ള കാര്യം, ലൂപ്പിന്റെ ബോഡിയിലുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. കണ്ടീഷൻ ശരിയാണെങ്കിൽ മാത്രമേ ഒരു തവണയെങ്കിലും ലൂപ്പ് കറങ്ങത്തുള്ളൂ. കണ്ടീഷൻ ശരിയാണെങ്കിൽ മാത്രമേ അതിലെ കോഡ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അതാണ് എൻട്രി കൺട്രോളിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. എക്സിറ്റ് കൺട്രോളിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഒരു തവണയെങ്കിലും ലൂപ്പ് കറങ്ങും. നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ അത് ശരിയായിരിക്കട്ടെ തെറ്റായിരിക്കട്ടെ, എന്നാലും ഒരു തവണയെങ്കിലും അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കും. ആദ്യത്തെ ഒരു തവണ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചെക്ക് ചെയ്ത് നോക്കും കണ്ടീഷൻ. പിന്നെ കണ്ടീഷൻ ശരിയാണെങ്കിൽ മാത്രമേ പിന്നെ എക്സിറ്റ് കൺട്രോൾ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ഐഡിയ എത്തിയ ഇപ്പൊ എൻട്രി കൺട്രോൾ ലൂപ്പ് ആണെങ്കിൽ കണ്ടീഷൻ ശരിയാണെങ്കിൽ മാത്രമേ ലൂപ്പ് കറങ്ങത്തുള്ളൂ. കണ്ടീഷൻ തെറ്റാണെങ്കിൽ ലൂപ്പ് അനങ്ങത്ത് പോലും ഇല്ല. എക്സിറ്റ് കൺട്രോൾ ലൂപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണയെങ്കിൽ നമ്മൾ കോഡിനകത്ത് ഒരു തവണയെങ്കിലും ലൂപ്പ് എക്സിക്യൂട്ട് ആവും. അത് കണ്ടീഷൻ തെറ്റായാലും ശരി, കണ്ടീഷൻ ശരിയായാലും ശരി, അതിന് ബോത്ത് റൈഡിന്റെ ആവശ്യമില്ല. ഒരു തവണയെങ്കിലും ലൂപ്പ് കറങ്ങിയിരിക്കും. അതാണ് എൻട്രി കൺട്രോൾ ലൂപ്പും എക്സിറ്റ് കൺട്രോൾ ലൂപ്പും. അല്ല, എൻട്രി കൺട്രോൾ ലൂപ്പ് വരുന്നതാണ് ഫോർ ലൂപ്പ്, വൈ ലൂപ്പ്. എക്സിറ്റ് കൺട്രോൾ വരുന്നതാണ് ഡു വൈ. അതിൽ ആദ്യത്തേലാണ് ഫോർ ലൂപ്പ്. ഫോർ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യും. പാരാന്തിസിസിനകത്ത് ഇനിഷ്യലൈസേഷൻ എവിടെ നിന്ന് തുടങ്ങണം, അതാണ് ഇൻസ്റ്റലൈസേഷൻ. ഒരു വേരിയബിൾ സെറ്റ് ചെയ്ത് കൊടുക്കണം, ഇൻസ്റ്റലേഷൻ. പിന്നെ സെമികോളൻ ഇട്ടിട്ട് അടുത്ത ടെസ്റ്റിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ. ഇപ്പൊ ഇൻസ്റ്റലൈസേഷൻ, ഒരു കണ്ടീഷൻ, പിന്നെ സെമികോളൻ ഇട്ടിട്ട് അപ്ഡേഷൻ. ഈ അപ്ഡേഷൻ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൂപ്പ് കറങ്ങാൻ വേണ്ടി കൊടുക്കുക. നമ്മളെ വേരിയബിൾ ഒന്നില്ലെങ്കിൽ ഇൻക്രിമെന്റ് ചെയ്തും അല്ലെങ്കിൽ ഡിക്രിമെന്റ് ചെയ്തോളും. ഈ അപ്ഡേഷൻ ബേസിലാണ് ലൂപ്പ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. ഓക്കെ, എന്നിട്ട് കർലി ബേസിന്റെ അകത്ത് ബോഡി ഓഫ് സ്റ്റേറ്റ്മെന്റ് എന്താണോ എക്സിക്യൂട്ട് ചെയ്യാനുള്ള അത് കർലി ബേസ് സ്റ്റോപ്പ്.
അപ്പോൾ ഫോർ എന്ന് പറഞ്ഞ കീവേഡ് പരാന്തസിനകത്ത് ഇനിഷ്യലൈസേഷൻ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക, സ്റ്റാർട്ടിംഗ് വാല്യൂ ആണ്, എവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം, ഒരു കണ്ടീഷൻ, ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ മാത്രമേ ലൂപ്പിനകത്ത് കയറത്തുള്ളൂ. പിന്നുള്ളത് അപ്ഡേഷൻ, ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളെ ഇനിഷ്യൽ വാല്യൂ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ കർലി ബ്രേസിന്റെ അകത്ത് ബോഡി ഓഫ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതാണ് ഫോർ ലൂപ്പിന്റെ സിന്റാക്സ്. ഓക്കെ, കൺസോളിന്റെ അകത്ത് ചെയ്യണം നോക്കാം. അപ്പൊ ഞാൻ ആദ്യം ഒരു കീവേഡ് യൂസ് ചെയ്യാണ് ഫോർ, എന്നിട്ട് പരാന്തസിസിനകത്ത് ലെറ്റ് ഐ ഈസ് ഈക്വൽ ടു ഒരു വേരിയബിൾ ആണ് ക്രിയേറ്റ് ചെയ്തേക്കണം 0 സെമികോളൻ, എന്നിട്ട് ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ് ഐ ലെസ് ദാൻ 5 സെമികോളൻ സ്പേസ് ഐ പ്ലസ് പ്ലസ്. അപ്പൊ ആദ്യം ഞാൻ ഒരു വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത് എവിടെ തൊട്ട് തുടങ്ങണമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്ത്, എന്നിട്ട് ഒരു കണ്ടീഷൻ കൊടുത്ത് എനിക്ക് ഏതുവരെ പോകണം, ഈ കണ്ടീഷൻ തെറ്റാവുന്നത് വരെ എനിക്ക് എന്ത് ചെയ്യണം, ലൂപ്പ് കറങ്ങിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി ഡയറക്റ്റ് കൊണ്ടുപോയി എൻട്രി അടിക്കുകയല്ലേ, ഡയറക്റ്റ് കൊണ്ടുപോയി ഇവിടെ. ഓക്കെ, ഇനി എൻട്രി കർലി ബേസ് ഓക്കെ, ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് എൻട്രി അടിക്കണം. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് എൻട്രി അടിക്കണം. നമ്മൾ കൺസോളിലാണ് ഡീബഗ് ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് എൻട്രി അടിക്കണം. എന്നിട്ട് കർലി ബേസ് ഓപ്പൺ ചെയ്യുക, വീണ്ടും ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് എൻട്രി അടിക്കണം. എന്നിട്ട് കൺസോൾ ഡോട്ട് ലോഗ് ബ്രാക്കറ്റിനകത്ത് ഹലോ വേൾഡ് സെമികോളം കൊടുക്കാതിരിക്കാം. പക്ഷെ ഇവിടെ സെമികോളം മസ്റ്റ് ആണ് കേട്ടാ, ഇതിന്റെ അകത്ത് സെമികോളം മസ്റ്റ് ആണ്. നമ്മൾ അല്ലാതെ കോഡിന്റെ എൻഡിൽ സെമികോളം കൊടുക്കുന്നത് ഓപ്ഷൻ ആണ്, കൊടുക്കാതെ ഇരിക്കുക. എന്നിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് എൻട്രി ക്ലിക്ക് ചെയ്യണം, എന്നിട്ട് ക്ലോസ് ചെയ്യണം, കർലി ബ്രേസ് ക്ലോസ് ചെയ്തിട്ട് എൻട്രി അടിക്കണം. കൺസോൾ ഈസ് നോട്ട് ഡിഫൈൻഡ്, ഓ സോറി, കൺസോളിന്റെ സ്പെല്ലിംഗ് തെറ്റി പോയി. കൺസോൾ. ഓക്കെ ഓക്കെ, ഇവിടെ 5 തവണ ഹലോ വേൾഡ് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ 5 എന്ന് കാണിക്കുന്നത്. ഈ 5 തവണ കറങ്ങിയിട്ടുണ്ടെന്നാണ് ഇതിവിടെ റെപ്രസെന്റ് ചെയ്യണത്. പിന്നെ ഇവിടെ ഇപ്പൊ ആ കോഡ് ഒന്നും കൂടി കീബോർഡിൽ ആരോ ക്ലിക്ക് ചെയ്തിട്ട് വന്ന്, എന്നിട്ട് ഞാൻ ഇവിടെ 3 തവണ കൊടുക്കുന്നെങ്കിൽ 3 തവണ കറങ്ങിയിട്ടുണ്ടെന്ന് കാണിക്കും. ഓക്കെ, ഇപ്പൊ കൺസോളിനകത്ത് കോഡ് എഴുതുമ്പോ മൾട്ടിപ്പിൾ ലൈൻസ്, ഇപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ കൂടെ കാണിച്ചു തരാം. ലെറ്റ് എ ഈസ് ഈക്വൽ ടു 10 എൻട്രി അടിച്ചാൽ വേണ്ട, നേരെ ഡയറക്റ്റ് അത് എക്സിക്യൂട്ട് ആണ് ചെയ്യണത്. ഇപ്പൊ എനിക്ക് അടുത്തൊരു ലൈനും കൂടി അടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഇപ്പൊ ലെറ്റ് ബി ഈസ് ഈക്വൽ ടു 20 ഷിഫ്റ്റിൽ എൻട്രി അടിച്ചു കഴിഞ്ഞാൽ കണ്ട നേരെ അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല, അടുത്തൊരു ലൈൻ അടിക്കാനുള്ള ഒരു സ്കോപ്പ് അല്ലെങ്കിൽ ചാൻസും കൂടി നമുക്ക് തരാം. അപ്പൊ ലെറ്റ് സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി, വീണ്ടും ഷിഫ്റ്റ് പ്ലസ് എൻട്രി അടിക്കുമ്പോൾ വീണ്ടും അടുത്തൊരു കോഡ് അടിക്കാനുള്ള ഒരു ചാൻസും കൂടി നമുക്ക് തരാം. കൺസോൾ ഡോട്ട് ലോഗ് സി. ഇനി ഞാൻ എൻട്രി അടിക്കുന്നത് ഷിഫ്റ്റ് പ്രസ് ചെയ്ത എൻട്രി അടിക്കുന്നെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്യും, അതങ്ങ് എക്സിക്യൂട്ട് ചെയ്യും. സി ആണ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്തത്. അല്ലാതെ ഞാൻ ഇപ്പൊ ടൈപ്പ് ചെയ്യുന്നെങ്കിൽ ഇപ്പൊ ലെറ്റ് ബി ഈസ് ഈക്വൽ ടു 20 കൊടുത്തു കഴിഞ്ഞാൽ കണ്ട ഇതാണ് വരും. ലെറ്റ് സി ഈസ് ഈക്വൽ ടു 30 കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വരും. ഒന്നിൽ കൂടെ ലൈൻ ഇതാണെങ്കിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഷിഫ്റ്റ് എൻട്രി അടിക്കുമ്പോൾ നമുക്ക് മൾട്ടി ലൈൻസ് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ആയിട്ട് വരും. കൺസോളിൽ ചെയ്യാൻ നേരത്. അപ്പൊ ഫോർ ലൂപ്പിന്റെ എക്സാമ്പിൾ മനസ്സിലായല്ലോ. ഞാൻ ഒന്നും കൂടി ഇവിടെ വന്നിട്ട് അതിന്റെ കോഡ് എഴുതാം. അപ്പൊ ഞാൻ ഒരു ഹലോ വേൾഡ് 10 തവണ പ്രിന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഹലോ വേൾഡ് 5 തവണ പ്രിന്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതിനുവേണ്ടി ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഫോർ പാരാന്തസിസിനകത്ത് ഒരു വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യണം, ഐ ഈസ് ഈക്വൽ ടു എത്ര തൊട്ടാണ് തുടങ്ങാം, 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് ഐ ലെസ് ദാൻ 5 ഐ പ്ലസ് പ്ലസ്, എന്നിട്ട് കർലി ബ്രേസ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് കൺസോൾ ഡോട്ട് ലോഗ്, കൺസോളിനകത്ത് നമുക്ക് എന്ത് എഴുതി കൊടുക്കാം, ഹലോ വേൾഡ്. ഓക്കെ, 5 തവണ ഹലോ വേൾഡ് പ്രിന്റ് ആയി. അപ്പൊ ഇതിന്റെ ലോജിക്ക് പറഞ്ഞുതരാം. ഇതിന്റെ ലോജിക്ക് എന്ന് പറയാൻ നേരത്ത് ഫസ്റ്റ് എന്ത് ചെയ്യും, ഫസ്റ്റ് നമ്മളെ കമ്പൈലർ അല്ലെങ്കിൽ പോയിന്റർ ഇവിടെ വരും. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും, ലൂപ്പിനകത്ത് കയറിയിട്ട് ഇനിഷ്യലൈസേഷൻ നോക്കും. ഇനിഷ്യലൈസേഷൻ ചെയ്യേണ്ട അകത്ത് എന്താണ് പറഞ്ഞേക്കണം, ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കണം. ഒരു ഐ എന്ന് പറഞ്ഞ ഒരു മെമ്മറി ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ആ മെമ്മറി ലൊക്കേഷന് ഐ എന്നൊരു പേര് കൊടുക്കാം. ഇതിനാണ് വേരിയബിൾ എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു, ആ വേരിയബിളിന് ഒരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുക 0.
ഓക്കെ, വേരിയബിൾ ഇനിഷ്യലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ എവിടെ പോകും? ഇവിടെ വരും. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും? ചെക്ക് ചെയ്ത് നോക്കും. ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കും. ഐ ലെസ് ദാൻ 5. ഐക്കകത്തിരിക്കുന്ന വാല്യൂ എത്രയാണ്? 0. 0 ലെസ് ദാൻ 5 ആണോ നോക്കും. തന്നെ 5-നേക്കാളും ചെറുതാണ് 0. അപ്പൊ ശരിയാണ്. ശരിയാണെങ്കിൽ മാത്രമേ എവിടെ വരത്തുള്ളൂ? ലൂപ്പിന്റെ ബോഡിയിൽ വരത്തുള്ളൂ. ശരിയാണെങ്കിൽ മാത്രമേ ലൂപ്പിന്റെ ബോഡി വരത്തുള്ളൂ. അപ്പൊ ലൂപ്പിന്റെ ബോഡി വരാൻ നേരത്ത് എന്ത് പറഞ്ഞേക്കുന്നു? ഒന്ന് പ്രിന്റ് ചെയ്യാം. കൺസോളിന്റെ അകത്ത് ഹലോ വേൾഡ് ഒന്ന് പ്രിന്റ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും? കൺസോളിന്റെ അകത്ത് ഒരു തവണ ഹലോ വേൾഡ് ഒന്ന് പ്രിന്റ് ചെയ്യും. ഓക്കെ, ബോഡിയിലുള്ള സംഭവം കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ എവിടെ പോകും? അപ്ഡേഷന്റെ അവിടെ പോകും. അപ്ഡേഷന്റെ അവിടെ പോയിട്ട് എന്താണ് കൊടുത്തേക്കണത്? ഐ പ്ലസ് പ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഇരിക്കുന്ന വാല്യൂ, ഐയിലുള്ള വാല്യൂവിനെ ഒന്ന് വെച്ച് കൂട്ടി കൂട്ടി പോവാം. ഐക്കകത്തിരിക്കുന്ന വാല്യൂ എത്രയാണ്? 0. 0-നോട് 1 കൂട്ടുമ്പോ 1 ആയി. അപ്പൊ എന്താവും? 0 മാറി ഐയുടെ വില 1 ആവും. എന്നിട്ട് എവിടെ പോകും? വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്തു. കണ്ടീഷൻ എന്താണ്? ഐ ലെസ് ദാൻ 5. ഇപ്പൊ ഐയുടെ വില എത്രയാണ്? 1. 1 ലെസ് ദാൻ 5. ശരിയാണ്. 1 5-നേക്കാളും ചെറുതാണ്. 5-നേക്കാളും ചെറുതാണ് 1. അപ്പൊ കണ്ടീഷൻ ശരിയായതുകൊണ്ട് എവിടെ വരും? നേരെ ലൂപ്പിന്റെ ബോഡിക്കകത്ത് വരും. ലൂപ്പിന്റെ ബോഡിയിൽ എന്ത് കിടക്കുന്നു? കൺസോളിന്റെ അകത്ത് ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യാം. അപ്പൊ ഹലോ വേൾഡ്. അപ്പൊ ബോഡിയിലെ സാധനം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ എവിടെ പോകും? നേരെ അപ്ഡേഷനിൽ പോകും. നേരെ എവിടെ പോകും? നേരെ അപ്ഡേഷനിൽ പോകും. അപ്ഡേഷനിൽ പോകുമ്പോൾ എന്ത് പറഞ്ഞു കൊടുക്കും? ഐ പ്ലസ് പ്ലസ് എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഐ പ്ലസ് പ്ലസ്. ഐക്കകത്തിരിക്കുന്ന വാല്യൂ 1 വെച്ച് വീണ്ടും കൂട്ടുക. അപ്പൊ ഐക്കകത്തിരിക്കുന്ന വാല്യൂ എത്രയായിരുന്നു? 1 ആയിരുന്നു. ഇപ്പൊ എത്രയായി? 2 ആയി. അപ്ഡേഷൻ കഴിഞ്ഞിട്ട് നേരെ എവിടെ പോകും? കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കും. ആ ഇപ്പൊ തന്നിരിക്കുന്ന കണ്ടീഷൻ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കും. കണ്ടീഷനകത്ത് വരാൻ ഐ ലെസ് ദാൻ 5 ആണ്. ഇപ്പൊ ഐയുടെ വാല്യൂ എത്രയാണ്? 2. 2 ലെസ് ദാൻ 5. അതും ശരിയാണ്. 5-നേക്കാളും ചെറുതാണ് 2. കണ്ടീഷൻ ശരിയായത് കൊണ്ട് എവിടെ കയറും? ബോഡിക്കകത്ത് കയറും. ബോഡിക്കകത്ത് കയറുമ്പോൾ എന്ത് പറയും? കൺസോളിനകത്ത് വീണ്ടും എന്ത് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞേ? ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യും? ഐയുടെ വില ഒന്നും കൂടി ഇൻക്രിമെന്റ് ചെയ്യും. ഇപ്പൊ എത്രയായി? 2 മാറിയിട്ട് 3 ആയി. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യും? കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കും. 3 ലെസ് ദാൻ 5. 3 ലെസ് ദാൻ 5 ആകുമ്പോൾ അതും ശരിയാണ്. ശരിയായതുകൊണ്ട് ഇവിടെ വരും. നേരെ കൺസോളിൽ കയറിയിട്ട് എന്ത് ചെയ്യാൻ പറയും? ഒന്നും കൂടി ഹലോ വേൾഡ്, ഒന്നും കൂടി എന്ത് ചെയ്യാൻ പറയും? ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യാൻ പറയും. വീണ്ടും ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറയും? ഐനെ അപ്ഡേറ്റ് ചെയ്യാൻ പറയും. ഒന്നും കൂടി ഇൻക്രിമെന്റ് ചെയ്യാൻ പറയും. ഒന്നും കൂടി ഇൻക്രിമെന്റ് ചെയ്യാൻ പറയുമ്പോൾ എത്രയാവും? 3 മാറിയിട്ട് 4 ആവും. എന്നിട്ട് വീണ്ടും കണ്ടീഷൻ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കും. ഇപ്പൊ കണ്ടീഷൻ എന്താണ്? ഐ ലെസ് ദാൻ 5 എന്ന് വെച്ചാൽ ഐക്കകത്തിരിക്കുന്ന വില 4 ലെസ് ദാൻ 5. വീണ്ടും ശരിയാണ്. 5-നേക്കാളും ചെറുതാണ് 4. ഇപ്പൊ വീണ്ടും ശരിയായതുകൊണ്ട് എന്ത് പറയും? ബോഡിക്കകത്ത് കയറും. ബോഡിക്കകത്ത് കയറിയിട്ട് എന്ത് പറയും? കൺസോളിനകത്ത് വീണ്ടും ഹലോ വേൾഡ്, കൺസോളിനകത്ത് വീണ്ടും ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യാൻ പറയും. വീണ്ടും കൺസോളിനകത്ത് ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? വീണ്ടും അപ്ഡേഷനിൽ പോകും. അപ്ഡേഷനിൽ പോകുമ്പോൾ എന്ത് പറഞ്ഞു കൊടുക്കും? ഐനെ ഇൻക്രിമെന്റ് ചെയ്യാൻ പറയും. വീണ്ടും ഐ ഇൻക്രിമെന്റ് ചെയ്ത് എത്രയായി? 5 ആക്കി. 5 ആക്കിയ ശേഷം എന്താവും? വീണ്ടും അപ്ഡേഷൻ, വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോകും. കണ്ടീഷനകത്ത് എന്താണ്? ഐ ലെസ് ദാൻ 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ലെസ് ദാൻ 5. കണ്ടീഷൻ ശരിയാണ്? അല്ല. കണ്ടീഷൻ തെറ്റായതുകൊണ്ട് നേരെ എവിടെ വരും? പോയിന്റർ അല്ലെങ്കിൽ കമ്പൈലർ എവിടെ വരും? നേരെ ലൂപ്പിന്റെ വെളിയിൽ ഇവിടെ വരും. ക്ലിയർ ആയ? അപ്പൊ ഇങ്ങനെയാണ് അതിൽ എക്സിക്യൂഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 5 എന്ന് കാണിച്ചത്. കാരണം ഇവിടെ 5 തവണ ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്ത് കാണിച്ചത്. അതാണ് ഈ 5 കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആയ? ഇവിടെ ഞാൻ ഇപ്പം 3 തവണയാണ് കൊടുക്കുന്നതെങ്കിൽ എന്താവും? 3 തവണയായി. ക്ലിയർ ആയ? ഞാൻ ഇപ്പൊ ബാക്ക് ടാറ്റിക്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഹലോ വേൾഡ്, ഹലോ വേൾഡ്, ഹലോ വേൾഡ് എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഐനെ പ്രിന്റ് ചെയ്യാം. ഐനെ ഡോളർ കൺട്രിബ്യൂസിനകത്ത് ഐ എന്നുള്ള വേരിയബിൾ നമുക്ക് പ്രിന്റ് ചെയ്തു. ആണ്ടേ ഹലോ വേൾഡ് 0, ഹലോ വേൾഡ് 1, ഹലോ വേൾഡ് 2. ഇവിടെ ഈ ഐ ആണ് 0 1 2 എന്ന് പറയുന്നത്. ആദ്യ ഐയുടെ വില 0 ആയിരുന്നു. ആദ്യത്തെ ലൂപ്പ് കറങ്ങി, രണ്ടാമത്തെ ലൂപ്പ് കറങ്ങി. ഏതുവരെ പോകും? 3 ലെസ് ദാൻ 3 വരെ പോകും. 3 ലെസ് ദാൻ 3 വരെ പോകുമ്പോൾ കണ്ടീഷൻ തെറ്റാവും. കണ്ടീഷൻ തെറ്റാകുമ്പോൾ ഏത് പ്രിന്റ് ഏതൊരു ലൂപ്പ് കൊടുത്തുള്ളൂ? 2 വരുന്നത്. 2 ലെസ് ദാൻ 3 വരെ പോകത്തുള്ളൂ. അപ്പൊ ഇതാണ് ഫോർ ലൂപ്പിന്റെ ഒരു വർക്കിംഗ്. ഒരു ഐഡിയ ക്ലിയർ ആയ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഐ ഒന്ന് കൊടുത്തിട്ട് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട 0 1 2 3. ഇപ്പൊ 1 തൊട്ട് 10 വരെയുള്ള സംഖ്യയാണ് നിങ്ങൾക്ക്. ഇപ്പൊ 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സ് ആണ് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഐക്ക് ആദ്യം എത്ര കൊടുക്കണം? 1 കൊടുക്കണം. എന്നിട്ട് ഒരു കണ്ടീഷനാണ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 തൊട്ട് 10 വരെയുള്ള നമ്പർ. അപ്പൊ ഇത്രയുള്ള ഒരു ഫോർ ലൂപ്പിന്റെ ബേസിക് ലോജിക്ക്.